അല്ല, എന്താ പെട്ടെന്നൊരു കോഫി കുടിക്കാൻ തോന്നിയത്? സത്യത്തിൽ ഞാനത് ചോദിക്കാനിരുന്നത്. പിന്നെന്താ ചോദിക്കാതിരുന്നേ? അനു എന്ത് കരുതുമെന്ന് വിചാരിച്ച? മനസ്സിൽ ആത്മാർത്ഥമായിട്ട് തോന്നുന്ന കാര്യങ്ങള് തുറന്നു പറയണം. അതാർക്കും മനസ്സിലാക്കാൻ പറ്റും. കഴിക്കാൻ എന്താ വേണ്ടേ? 2 കോഫി. സ്നാക്സ് എന്താ ഉള്ളത്? ഇപ്പൊ വേറൊന്നും വേണ്ട, എനിക്ക് കോഫി മാത്രം മതി. അപ്പൊ പിന്നെ അത് മതി, പെട്ടെന്നായിക്കോട്ടെ. ആ ശരി. ഞാനൊരു കാര്യം സംസാരിക്കാൻ കൂടിയായിരുന്നു. എന്താണു? ഹർഷയെ പിന്നീട് കണ്ടിരുന്നു. പിന്നീടെന്ന് വെച്ചാ? ഹോസ്പിറ്റലില് ഇന്ദ്രേട്ടനും അമ്മയും അവൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തതും, ഹർഷയുടെ കുഞ്ഞിനെ ഇന്ദ്രേട്ടൻ ആദ്യം കയ്യിൽ വാങ്ങിയതും ഒക്കെ ഞാൻ അറിഞ്ഞു. ഹർഷ ഹോസ്പിറ്റല് വിട്ട ശേഷം പോയി കണ്ടിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല, അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഹോസ്പിറ്റലിൽ പോലും ഞാൻ പോയത്. പിന്നെ ഒരു ധൈര്യത്തിന് കൂടെ നിൽക്കണമെന്ന് രവി എന്നോട് പറഞ്ഞു. അവര് വാർഡിലേക്ക് മാറ്റിയപ്പോൾ പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല. ഹർഷയെ കൊണ്ടിനി ഉപയോഗമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നിയപ്പോ അമ്മ അവളെ കൈവിട്ടല്ലേ? അതെ. പിന്നെ ഒരു കണക്കിന് അത് നന്നായി. അമ്മ എന്നെ പിന്നെ അങ്ങോട്ട് വലിച്ചോണ്ട് പോകില്ലല്ലോ. വലിയ നന്ദികേടല്ലേ ഇന്ദ്രേട്ട അമ്മ കാണിച്ചത്? ഒന്നുമില്ലേലും നമ്മളെ തമ്മിൽ അകറ്റാൻ അമ്മ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഹർഷയായിരുന്നില്ലേ? അമ്മയ്ക്ക് വേണ്ടി സ്വന്തം വയറ്റി വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം വരെ മാറ്റി പറയാനായിട്ട് ഹർഷ തയ്യാറായതല്ലേ? ആർക്കു വേണ്ടിയും ഒരു പെണ്ണും അത്ര വലിയ പാപം ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന്റെ ശിക്ഷ ഹർഷയ്ക്കിപ്പോൾ കിട്ടിയത്. കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ അതിനെ പ്രേരിപ്പിക്കുന്നതും വലിയ പാപ ഇന്ദ്രേട്ട. ഹർഷയ്ക്ക് ജനിച്ചത് പെൺകുഞ്ഞായിരുന്നെങ്കിൽ ഇന്ദ്രേട്ടന്റെ അമ്മയും അവരുടെ ജോത്സ്യനെയും ഞാൻ പോലും വിശ്വസിച്ചു പോയേനെ. സത്യം എന്നായാലും വിജയിക്കുന്നു പറയുന്നത് ഇതാണ് അനു. ഹോസ്പിറ്റലിൽ വെച്ച് നേഴ്സ് ഹർഷയുടെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് ആൺകുഞ്ഞാണെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മനുഷ്യൻ ഞാനായിരുന്നു. ജാതകവശാൽ എനിക്കൊരു പെൺകുഞ്ഞു കൂടി ഉണ്ടാവുമെന്ന് യോഗം ഉണ്ടായിരിക്കാം. ആ കുഞ്ഞ് അനുവിൻ്റെ വയറ്റിൽ വെച്ച് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. മതി ഇന്ദ്രേട്ട, ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. കോഫി കുടിക്കും. അതെ, നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എവിടെ? അത് ഞാൻ വഴിയെ പറയാം. അല്ല, എന്റെ കൂടെ വരാൻ തയ്യാറാണോ? അനു വിളിച്ച ഏത് നരകത്തിലേക്ക് ഞാൻ വരും.